എൻ്റെ വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു മുരിങ്ങ ഉണ്ടായിരുന്നേ. അത് ഞാൻ തന്നെ നട്ട് നനച്ചുണ്ടാക്കിയതാട്ടാ. മുരിങ്ങേൻ്റെ ഇലക്കൊക്കെ ആദ്യം കൊതിയായിരുന്നു. ഇപ്പം പിന്നെ അതൊക്കെ ഇഷ്ടം പോലെയായി. എവിടെയും എന്തൊന്ന് വെച്ചെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇപ്രാവശ്യം നന്നായിട്ട് പൂത്തുണ്ട്. ഒരുപാട് പൂക്കൊലകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ടൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. ഇത് കണ്ടപ്പോഴന്നെ എനിക്കുണ്ടായി ഇതിൻ്റെ പൂവ് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കണം എന്നുള്ളത്. ചെറുപ്പകാലത്തൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു മുരിങ്ങ മരം, വലിയൊരു മരം ഉണ്ടായി. രാവിലേക്ക് മുരിങ്ങ പൂവൊക്കെ ഉണ്ടാവും, മുറ്റം നിറച്ചിങ്ങനെ ചിക്കിയ പോലെ ഉണ്ടാവും. ഞങ്ങളത് നല്ല പൂവൊക്കെ ഇങ്ങനെ തിരഞ്ഞ് പെറുക്കിയെടുത്ത് കഴുകി അമ്മ ഉപ്പേരി ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഈ മുരിങ്ങേൻ്റെ ഇലേൻ്റെ മുട്ട് നമ്മളിങ്ങനെ പൊളിച്ചു നോക്കണേ, അതിൽ പുഴുവോ വല്ല ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ സന്ധ്യ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാരണം വെളിച്ചം കുറവാന്ന്. എന്നിട്ട് തോട്ടിക്കമ്പൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ പൊട്ടിക്കാൻ നോക്കി. ആദ്യം ഒരു കൊമ്പേ കിട്ടിയില്ല, ഞാൻ വെച്ച് കിട്ടില്ലയെന്ന്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ കൂടെയൊക്കെ പോയിട്ട് ഒരു വലിയ തിണ്ടുണ്ട്, അതിൻ്റെ മേലെല്ലാം കയറി കൊളത്തി വലിച്ച് എങ്ങനെയൊക്കെയോ ഒരിത്തിരി കിട്ടിയിട്ടാ. പിന്നെ ഇതങ്ങനെ പൊട്ടിച്ച് കളയാനും തോന്നില്ല. മുരിങ്ങക്കായ ഉണ്ടായെങ്കിലോ വെച്ചിട്ട്, ഉണ്ടെങ്കിലും ഒരുപാട് ഉയരത്താന്ന് കിട്ടാനും ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും വേണ്ടില്ല, ഞാൻ എങ്ങനെയൊക്കെയോ ഇത്തിരിയൊക്കെ പറിച്ചെടുത്തു. ഇത് നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനും ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ അത്രയും നല്ലതല്ലേ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു വിഷാംശമൊന്നും ഇല്ലാത്ത സാധനമാണല്ലോ. ഡോക്ടർമാരൊക്കെ പറയും മുരിങ്ങയുടെ ഇലയൊക്കെ എത്രയും കഴിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ അതെങ്ങനെയല്ലോ ആയിട്ട് കുറച്ചെല്ലാം പറിച്ച് എടുത്ത് പോകുന്നു കേട്ടോ. എന്തായാലും എനിക്കൊരു ഉപ്പേരിക്കുള്ളതൊക്കെ കിട്ടിയേ. പിന്നെ ഈ മുരിങ്ങേൻ്റെ ഇലേൻ്റെ പൂവിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത്രയും നല്ലൊരു മണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ